ഹായ് കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ ഇന്നത്തെ വിളവെടുപ്പിന് വേണ്ടിയിട്ട് ടെറസിന് മുകളിൽ കയറിയപ്പോൾ നമുക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത്. പൂവ്, അകത്തിപ്പൂവുണ്ട്, ഒരു വഴുതിന കിട്ടി, കുറച്ച് പച്ചമുളകുണ്ട്, നമ്മൾ ആവശ്യത്തിന് എടുത്തുവെന്നേ ഉള്ളൂ. ഇനി ഇതൊരു കുറച്ച് ദിവസങ്ങളിലേക്കുള്ള പച്ചമുളക്, ഞങ്ങൾ 2 പേരേ ഉള്ളൂ, അപ്പം നമുക്ക് അത്രയൊന്നും വേണ്ട. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് പഴുത്തതും അല്ലാത്തതുമായിട്ട് കുറച്ച് മുളകെടുത്തു, ഒരു 4 വെണ്ട കിട്ടി, കറിവേപ്പില എടുത്തു, കോവയ്ക്ക 2-3 കിട്ടി, കൂടാതെ പിച്ചിപ്പൂവ്. അപ്പോൾ ഈ പിച്ചിപ്പൂവ് ഇന്നത്തെ മാത്രമല്ല ഇന്നലത്തെയും ചേർത്ത് ഞാൻ എടുത്ത് വെച്ചിരുന്നതിനും കൂടെ കാണിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് കാണിക്കുമ്പോൾ മുൻപ് ശംഖുപുഷ്പം കാണിച്ചപ്പോൾ എൻ്റെ 1-2 ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്തു, ഇതും കറി വയ്ക്കുമെന്ന്. ഇത് കറി വയ്ക്കാൻ വേണ്ടിയല്ല, ഇത് മാല കെട്ടി നമ്മൾ ഫോട്ടോയിൽ ഇടും, അല്ലെങ്കിൽ കല്യാണമോ എന്തിനെങ്കിലും പോകുമ്പോൾ പറ്റിയാൽ സമയമുണ്ടെങ്കിൽ ചെയ്യും. അപ്പോൾ അങ്ങനെ പിച്ചിപ്പൂവ് കണ്ടപ്പം നമ്മൾ ഇപ്പം ഒരുമിച്ച് 2-3 തൈകളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അത് എടുത്തു വെച്ചു. വെറുതെ വിരിഞ്ഞ് പോകുന്നതിനേക്കാളും നമ്മളെടുത്ത് വെച്ച് ഒരുമിച്ച് മാല കെട്ടി എവിടെയെങ്കിലും പോകുമ്പോൾ തലയിൽ ചൂടിപ്പോവും. അപ്പോൾ അങ്ങനെയാണ്, അല്ലാതെ കറി വയ്ക്കാനല്ല കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സന്തോഷം. അപ്പോൾ നമ്മുടെ വിളവെടുപ്പാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ഗ്രോ ബാഗുകളിലൊക്കെ ഇതുപോലെ എന്താ പറയുക, ആരോഗ്യപ്രദമായ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഞങ്ങൾ ഈ വെണ്ടയ്ക്ക പിഞ്ചായിരിക്കുമ്പോൾ തന്നെ ചിലപ്പം വെറുതെ കുക്ക് ചെയ്യാതെ തന്നെ കഴിക്കും. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് വെണ്ടയ്ക്ക ഇങ്ങനെ വഴുവഴുപ്പോടെ ഉള്ളത് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും വിഷമാണ്, ഇഷ്ടമല്ല. കാരണം അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അനിഷ്ടമൊക്കെ മാറി ഒത്തിരി നാരും അതുപോലെയുള്ള ഒരുപാട് ഷുഗറുള്ളവർക്കും അതുപോലെയുള്ളവർക്കൊക്കെ പറ്റിയ വളരെ നല്ലൊരു ഫുഡാണ് വെണ്ടയ്ക്ക എന്നറിഞ്ഞത് കൊണ്ട് തന്നെ വെണ്ടയും കോവയ്ക്കൊക്കെ ചെറുതായിരിക്കുമ്പോൾ തന്നെ പറിച്ചൊക്കെ കഴിക്കും. അപ്പോൾ അതൊരു സന്തോഷം. നമ്മൾ ഫ്രഷായിട്ട് വീട്ടിലുണ്ടാക്കുന്നത് അങ്ങനെയും കഴിക്കും, അല്ലാതെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം, സാമ്പാറിലിടാം. നമുക്ക് വെണ്ടയ്ക്ക കൊണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വെണ്ടയ്ക്ക ഉണ്ടായിരിക്കും. പല ചെറിയ തൈ, പിന്നെ ഈൽഡിങ് കഴിയാറായത്, കായ്ച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ വെണ്ടയ്ക്ക എപ്പോഴും ഉണ്ടാക്കും. വെണ്ടയ്ക്കയും കോവലും കറിവേപ്പിലയും പച്ചമുളകും നമുക്ക് എപ്പോഴും ഉണ്ട്. മറ്റുള്ളതൊക്കെ ഉണ്ടായി വരും. ഇപ്പോൾ അകത്തിപ്പൂവും അതുപോലെ തന്നെയാണ്. നമ്മൾ എപ്പോഴും ഒരു തൈ വെക്കും. അപ്പം നമ്മൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണങ്ങിപ്പോയാലും വേറെ ഒരെണ്ണം വാങ്ങിച്ച് വെച്ച് നമ്മളതിനെ വളർത്തിക്കൊണ്ടുവരും. അപ്പം നമ്മുടെ എന്താ പറയുക, ഇപ്പോഴും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നടക്കാൻ കഴിയുന്നത് നമ്മളിതുപോലെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കുറച്ച് ഇതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് പുല്ല് കളയാനും മണ്ണ് നിറയ്ക്കാനും വളം കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടും അതുപോലെ അതിൽ കിട്ടുന്ന നല്ല ശുദ്ധമായ പച്ചക്കറികൾ കഴിക്കുക വഴി നമുക്ക് സന്തോഷവും ആരോഗ്യമൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടും തന്നെ നമ്മൾ അതിനു വേണ്ടി കുറച്ച് സമയം കളയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സന്തോഷങ്ങൾ. ഓക്കേ, അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കേ, താങ്ക് യു.